ഈ വഴിയരികിൽ റൈറ്റർ ഇരുട്ടിൻ്റെ കൂട്ടുകാരി ഭാഗം 1. എടി, നിന്നെക്കൊണ്ട് തോറ്റു. എന്നെയും കൂടി നനച്ചല്ലോ പിശാശേ. നീ ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? അല്ലേ ഞാൻ എൻ്റെ പാട്ടിന് പോകും. പ്ലീസ്. എൻ്റെ മായക്കുട്ടിയല്ലേ, ഒരു 5 മിനിറ്റ് കൂടി നോക്കാം. എന്നിട്ടും കണ്ടില്ലെങ്കിൽ നമുക്ക് പോകാം. നിക്കടി, പോവല്ലേ. ഞാൻ പോവാ, നീ വരുന്നുണ്ടെങ്കിൽ വാ. അതും പറഞ്ഞവൾ തിരിഞ്ഞു നടന്നു. നിക്ക്, പോവല്ലേ, ഞാനും വരുന്നു. മായയുടെ കൂടെ ഓടിയെത്തി കിതച്ചുകൊണ്ട് പറയവേ തിമിർത്തു പെയ്യുന്ന മഴയിലും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ആരാണെന്നല്ലേ? ഇത് നിവേദയുടെ കഥയാണ്. ശ്രീയേട്ടൻ്റെയും അവളുടെ വേദൂസിൻ്റെയും കഥ. അപ്പോൾ ശ്രീ ആരാണെന്നല്ലേ? അത് വഴിയേ പറയാം. ഇപ്പോൾ നമുക്ക് നിവേദയെ അറിയാം. അപ്പോൾ കഥയിലേക്ക് വരാം. നിവേദ കൃഷ്ണൻ. അച്ഛൻ കൃഷ്ണൻ ഒരു പാവം കൃഷിക്കാരനാണ്. അമ്മ ബീന അല്ലറ ചില്ലറ കുടുംബശ്രീ പരിപാടികളും ചിട്ടിയും തയ്ക്കലുമൊക്കെയായി മുന്നോട്ടു പോകുന്നു. ഒരു ഏട്ടനും അനിയത്തിയും, വിനോദും വേദികയും. ഇപ്പോൾ അവളുടെ കൂടെയുള്ളത് എല്ലാമെല്ലാമായ കൂട്ടുകാരി മായ. രണ്ടുപേരും സർക്കാർ ആശുപത്രിയിൽ നഴ്സാണ്. നഴ്സിംഗ് പഠനകാലത്ത് കിട്ടിയ കൂട്ട്. എൻ്റെ പൊന്നു വേദു, നീ ഇത് എത്ര കാലം ഇങ്ങനെ നോക്കിയിരിക്കുന്നാ? ഈ വഴിയരികിലുണ്ടാവുമെന്ന് പറഞ്ഞു പോയിട്ടിപ്പോൾ വർഷം 2 ആയില്ലേ. ഇനിയും എന്തിനാ മോളെ നീ ഇങ്ങനെ ഉരുകി ഉരുകി ഇല്ലാതെയാവുന്നേ? എനിക്കറിയില്ലടാ, പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ഈ വഴിയരികിൽ എന്നെ കാത്തു നിന്നാൽ ഞാൻ കാണാതെ പോകരുതല്ലോ. അതാ ഞാൻ ആരോടായി പറയുന്നേ? പ്രണയം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായ നിന്നോടോ? എവിടെ, 2 പേരും കണക്കാ. ഒരുത്തി കുടുംബത്തിന് വേണ്ടി ജീവിതമില്ലാതെയാക്കി. എന്നാ കൂടെയുള്ളവനോ? അപ്പോൾ അതിനേക്കാൾ വലിയ ഭ്രാന്ത്. നിനക്ക് വേണമെന്ന് തോന്നുന്ന കാലത്ത് ഈ വഴിയരികിൽ ഞാനുണ്ടാകുമെന്നും പറഞ്ഞ് കൺമുന്നിൽ പോലും വരാതെ മാറി നടക്കുന്നു. അവനെ തള്ളിപ്പറഞ്ഞ് ഈ വഴിക്ക് വരാതാക്കിയിട്ട് ഇപ്പോൾ നീ ഈ വഴിയരികിൽ നിന്ന് എന്നും കണ്ണീരൊഴുക്കിയിട്ട് എന്താ കാര്യം വേദു? അന്നത്തെ എൻ്റെ അവസ്ഥ അറിയുന്ന നീ തന്നെ ഇങ്ങനെ പറയല്ലേടി. എല്ലാവരും കൂടെ അന്നെൻ്റെ മുന്നിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെയൊക്കെ കണ്ടപ്പോൾ. ഓ മതി മതി, ഇനി അത് പറഞ്ഞ് ഇന്നത്തെ ദിവസം മുഴുവനും കരയാനല്ലേ? വേണ്ട, നീ കാത്തിരുന്നോ, അവൻ വരും, ഉറപ്പാ. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കെൻ്റെ പെണ്ണേ. മറുപടിയായി അവളൊന്ന് ചിരിച്ചു. 1000 സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയ പുഞ്ചിരി. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവളൊരു പിൻവിളി പ്രതീക്ഷിച്ചിരുന്നു. അവളുടെ ശ്രീയേട്ടൻ്റെ വേദൂസേ എന്ന വിളി. ഹോ, സമാധാനം. ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. എന്ത് ഭംഗിയാ മോളെ നിന്റെ ഈ ചിരി കാണാൻ. എപ്പോഴും ചിരിച്ച മുഖവുമായി നിന്നൂടെ നിനക്ക്? ആരോ കീ കൊടുത്തുവിട്ട പാവയെപ്പോലെ അവൾ ഇന്നലെ വരെ ഓരോ ദിവസവും തള്ളി നീക്കി. ഇന്നും അത് തന്നെ അവസ്ഥ. ഇതിൽ നിന്നൊരു മോചനം അവൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൈവിട്ടുപോയി. മഴയെ അവൾക്ക് ഇഷ്ടമാണ്, മറ്റൊന്നുമല്ല. തൻ്റെ സങ്കടങ്ങൾ ആരും കാണാതെ ഒഴുക്കിക്കളയാൻ മഴ അവളെ സഹായിച്ചു. വീടിൻ്റെ മുന്നിലെത്തിയതും അവൾ കണ്ണും മുഖവും സാരിത്തലപ്പ് കൊണ്ട് തുടച്ച് കയ്യിലിരുന്ന ബാഗ് ഉമ്മറത്തുള്ള ചെറിയ അരത്തിണ്ണയിലേക്ക് വെച്ച് മെല്ലെ പിൻവശത്തേക്ക് നടന്നു. അയയിൽ കിടന്ന തോർത്തും പഴയ ചുരിദാറും എടുത്ത് കുളിക്കാൻ കയറി. അലക്കിയതൊക്കെ വിരിച്ചിട്ട് വിസ്തരിച്ചൊരു കുളിയും കഴിഞ്ഞു കയറിയപ്പോഴേക്കും മായ നല്ല ചൂടുള്ള ചായ മുന്നിലെത്തിച്ചു. കുളിച്ചിട്ട് ഞാനിടാമായിരുന്നല്ലോ ചായ. തൽക്കാലം ഇട്ട ചായ കുടിക്ക് പെണ്ണേ, ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. വേദു ഒരു ചിരിയോടെ അവൾ പോകുന്നത് നോക്കിയിരുന്നു. എല്ലാം ഇട്ടെറിഞ്ഞു വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എങ്ങോട്ടെന്ന് ഒരു രൂപവുമില്ലായിരുന്നു. ആദ്യം ഓർമ്മ വന്നത് മായയുടെ പേരാണ്. വിളിച്ച് കാര്യം പറഞ്ഞു. അടുത്ത ബസ്സിൽ നാട്ടിലേക്ക് പോരാൻ പറഞ്ഞു. അവളുടെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ.
യാത്ര ബുദ്ധിമുട്ടായപ്പോൾ വീടെടുത്ത് ഇങ്ങോട്ട് മാറി. സ്വന്തം വീട്ടുകാർ കാണിക്കാത്ത സ്നേഹം അവളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നു എന്നോർത്തപ്പോൾ സങ്കടം വന്നുപോയി. അമ്മച്ചിക്കും അപ്പച്ചനും അവളുടെ ചേട്ടനും അത്രയ്ക്ക് ഇഷ്ടമാണ് തന്നെ. തനിക്ക് തിരിച്ചും. ഓരോന്നോർത്ത് ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളും കുളി കഴിഞ്ഞു വന്നിരുന്നു. രണ്ടുപേരും വേഗം രാത്രി കഴിക്കാൻ ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി. അടുക്കളയൊതുക്കി ഉമ്മറത്തേക്ക് നടന്നു. സംസാരിച്ചിരിക്കുമ്പോൾ അവളുടെ ഇച്ചായൻ വിളിച്ചു. മിന്നുക്കെട്ട് നിശ്ചയിച്ചിട്ട് നാളെ ഏറെയായി. എന്നിട്ടും എനിക്ക് വേണ്ടി നീട്ടിക്കൊണ്ടു പോവുകയാണ് പാവം. എൻ്റെ കാര്യം എന്തെങ്കിലും ഒരു തീരുമാനം ആവട്ടെ എന്ന് കരുതി അവളെ അവരുടെ ലോകത്തേക്ക് വിട്ടുകൊടുത്ത് ഞാൻ മുറിയിലേക്ക് നടന്നു. മുറിയിൽ ചെന്നു കിടന്നു. മെല്ലെ ഓർമ്മകൾ കണ്ണുനീരിൻ്റെ നനവോടെ പഴയ ലോകത്തേക്ക് പോയി. കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം.